എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ യാത്ര വീണ്ടും തുടങ്ങിയാണ്. പുത്തേട്ടാളുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ യാത്രയിൽ ഞാനില്ല. അപ്പോൾ അതെ അടുത്ത ആൾ വന്നിട്ടുണ്ട്. പുതിയ ഒരാൾക്ക് ഒരു കോ ഡ്രൈവർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. വാ. അതെ, പ്രൊമോഷനോടെ മെയിൻ ഡ്രൈവറായിട്ട് തുടക്കം കുറിക്കുകയാണ്. അതെ അതെ, മെയിൻ ഡ്രൈവർ, പിന്നെ മെയിൻ ഡ്രൈവർ, കുക്ക്, കിളി. അല്ല, കിളിയെ ഞാൻ വേറൊരാളെ തരാം. അപ്പോൾ പാചകം, കുക്ക്. കുക്ക് സെക്കൻഡ് ഡ്രൈവറായിട്ട് ഇതേ എനിക്ക് നാളെ കൂട്ടിക്കോ. വായിക്കൊണ്ട് കയറിക്കോ. അതെ, ഞാനില്ലാത്തതുകൊണ്ട് രണ്ട് ചെറിയ ബാഗേ ഉള്ളൂ കേട്ടോ. അല്ല, എൻ്റെ ഒരു വലിയ ബാഗും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് തേങ്ങ ഒന്നുമില്ല, തേങ്ങയും എടുത്തിട്ടില്ല. തേങ്ങ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ആണോ? സമാധാനത്തിന് വേണ്ടി. ഇനി ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്ന് തോന്നിയെങ്കിലേ തേങ്ങ വെച്ച്, അതുകൊണ്ട് 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ചെറിയ റെസ്റ്റൊക്കെ വേണ്ടേ. പിന്നെ നമ്മൾ പൊന്നും മുത്തും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഈ ട്രിപ്പ്, എൻ്റെ ട്രിപ്പ് മാറ്റി വെച്ചേക്കും. അച്ഛമ്മയെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്നെ എവിടെ വെച്ചാലും കാണുവാണെങ്കിലും ചോദിക്കും അച്ഛമ്മ എന്ത് ചെയ്യുന്നൊക്കെ. എങ്ങോട്ട് എങ്ങോട്ട് പോകാനാ? ഇങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. ആണോ? നമുക്ക് നല്ലപോലെ ഇച്ചിരി ചൂടൊക്കെ ഇച്ചിരി കൂടെ ആകട്ടെ, എന്നിട്ട് കൊണ്ടുപോകാം. അന്നേരം കൊണ്ടുപോകാം. അന്നേരം കൊണ്ടുപോകാം അല്ലേ. അതെ, പിന്നെ അച്ഛമ്മ അവധി എടുത്തേക്കുന്ന ഉത്സവ സമയമാണ്. അതെ, അത് ശരിയാ. അഞ്ഞിമൊത്തം ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടേ ഏപ്രിൽ മെയ് ഒക്കെ കഴിയുമ്പോൾ മെയ് ലാസ്റ്റോട് കൂടി കൊണ്ടുപോകാം. അപ്പം നല്ല കാലാവസ്ഥയായിരിക്കും, തീ വെയിലായിരിക്കും. അതെ അതെ, അല്ല ഇന്നാള് പോയേ ഇച്ചിരി അങ്ങോട്ട് ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങ് വന്നായിരുന്നു. വന്നപ്പോഴത്തേനുവേ അപ്പൊ ഇതിപ്പോ ശരിയായല്ലോ, എല്ലാം ഓക്കെ ആയി. ഇപ്പൊ പോകാൻ റെഡി ആയിരിക്കുക. എന്നാ പിന്നെ പോയേക്കാം. കുഞ്ഞുകിളി വരുന്നോ? കണ്ടോ, റെഡിയാന്ന് കണ്ടോ, പോരാൻ റെഡി ആയിട്ട്. അതെ അതെ, കുഞ്ഞുകിളിക്ക് അപ്പൊ ഏറ്റവും ഇൻട്രസ്റ്റ് വേണ്ടി. പക്ഷേ ഉണ്ടല്ലോ, ലൈസൻസ് എടുക്കണ സ്കൂളിൽ പോയാലേ പറ്റുള്ളൂ കേട്ടോ. അതെ, ലൈസൻസ് എടുക്കുന്നില്ല. ലൈസൻസ് എടുക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഓടിക്കണ്ടേ? കഞ്ഞിയും കറിയൊക്കെ വെച്ചോളോ? അതൊക്കെ പഠിപ്പിക്കാം. അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചോളാം. ഇപ്പൊ പോകുന്ന വഴിക്ക് ഒരു കിളി വഴിന്ന് ഇടയ്ക്ക് കയറും. അപ്പോഴേ നാളെ തൊട്ട് രാവിലെ ഇൻട്രോ ഒക്കെ എടുത്തേക്കണം എല്ലാ ദിവസവും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എടുത്തോളാം. എന്തായാലും സംശയം ഉണ്ടോ വിളിച്ചേക്കാം, പറഞ്ഞാൽ മതി. വിളിച്ചാൽ ആയിക്കോട്ടെ. അപ്പൊ ടാറ്റ. അപ്പോഴേ നമ്മുടെ മെയിൻ ഡ്രൈവർ ഇല്ലാത്ത ആദ്യ ട്രിപ്പായത്. ആദ്യ ട്രിപ്പാണ്. അതെ, പോയിട്ട് അടിച്ചു പൊളിച്ച് പറയാം. മെയിൻ ഡ്രൈവർ ഇല്ലാതെ പോയാലും എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അറിയാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ചെക്കോശൊക്കെ പൈസ കൊടുക്കണം. പൈസ കൊടുക്കേണ്ടി വരും, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ മെയിൻ ഡ്രൈവർക്കേ ഇറങ്ങി നിൽക്കാൻ അത്ര മനസ്സില്ലായിരുന്നു. അല്ല, ഞാൻ തന്നെ എന്നാ വന്നേക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം, പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഒരു ട്രിപ്പ് റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. വണ്ടി ഏൽപ്പിച്ച് വിടാനുള്ള ഒരു മടി കൊണ്ടായിരിക്കും. സാറിന് സെക്കൻഡ് ഡ്രൈവറൊക്കെ ഏൽപ്പിച്ച് വിട്ടാൽ എങ്ങനെ പോയിട്ട് വരുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല, പോകാത്ത സ്ഥലത്തോട്ടായതുകൊണ്ടാണ്. അപ്പോഴേ ഈ ട്രിപ്പ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പറഞ്ഞത്? ചേട്ടായി ലോഡ് സെറ്റ് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നത്? അതറിയത്തില്ല, പറഞ്ഞില്ല, പോയേക്കാന്നേ പറഞ്ഞുള്ളൂ. അത് ശരി. അപ്പം ഈ ട്രിപ്പ് നമ്മൾ പോകുന്നത് കർണാടകയിലെ വിരാജ്പേട്ടയിലേക്കാണ്. ലോഡ് എന്താണ്? കുടകിലേക്ക്. കുടകൊക്കെ പോയി കണ്ടിട്ട് വരാം. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മെയിൻ ഡ്രൈവർക്ക് നിൽക്കാൻ അത്ര താല്പര്യം ഇല്ലായിരുന്നു. കുടയിൽ പോയിട്ടില്ലല്ലോ. പോയിട്ട് പണ്ടങ്ങാണ്ടൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പോയിട്ടുണ്ടെങ്കിലും ലോറിയിൽ പോകുന്ന ഒരു വ്യത്യസ്തമാണല്ലോ. അതെ അതെ, അതുകൊണ്ട് വരാൻ ഇച്ചിരി മനസ്സുണ്ടായിരുന്നു. ലോഡല്ല നമ്മുടെ ലോഡും ഇതുവരെ നമ്മൾ കയറ്റാത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ലോഡാ. ആണോ? എന്താണ് സാധനം എന്നാന്ന് കറക്റ്റ് അവിടെ ചെന്നാലേ എനിക്കും അറിയത്തുള്ളൂ. ഫസ്റ്റ് പിന്നെ എന്നാന്ന് പറഞ്ഞ ലോഡ് സെറ്റ് ചെയ്ത അതൊക്കെ, അതായത് ഈ ബിൽഡിങ് പണിയുന്നേ അതിന്റെ എന്തോ സാധനമാണ്. ഈ മറ്റേ എന്നാ പറയുന്നത്, ഈ ഇരുമ്പ് കൊണ്ട് തന്നെ പണിയുന്ന ബിൽഡിങ്ങുകളുണ്ടല്ലോ, അതിന്റെ എന്തോ സാധനങ്ങളാ ഇവിടുന്ന് പണിത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന. അധികം വെയിറ്റ് ഒന്നുമില്ല. ഇരുമ്പാണെങ്കിൽ വെയിറ്റ് കാണുമായിരിക്കുമല്ലോ. അല്ല, അത് വലിയ വെയിറ്റ് ഇല്ലെന്ന് പറഞ്ഞു. 5 ടണ്ണങ്ങാണ്ട് വെയിറ്റ് വരുള്ളൂ. അതിന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്നായിരുന്നു. അത് ഈ മറ്റേ ഫ്രെയിം പോലെ ഇങ്ങനെ കൂട്ടിയേക്കുന്ന സാധനമാണ്. ഫോട്ടോയിൽ കണ്ടിട്ട് അങ്ങനെ ഏതാണ്ട് ഒരെണ്ണം 10 അടിയൊക്കെ ഉള്ള, ഒരു 3-4 അടി വീതിയുള്ള ഇങ്ങനെ ഉള്ള സാധനങ്ങളാണ്. അത് കുറേ എണ്ണം ഉള്ളൂ, വെയിറ്റ് ഇല്ല. അപ്പം മൈലേജ് ഒക്കെ പിടിച്ച് പോയിട്ട് വരാം. മൈലേജ് ഒക്കെ പിടിച്ച് ലൈറ്റ് ലോഡാണ് കേട്ടോ. ലൈറ്റ് ലോഡ് ആയതുകൊണ്ട്. അതെ, നമ്മുടെ ഇവിടെ ഒരാളും കൂടെ വരുന്നുണ്ട്. ആള് വഴിക്കുണ്ടാവും, വഴിക്കുന്ന കയറ്റിക്കൊണ്ട് വേണം പോകാൻ. അപ്പം നമുക്ക് ആ ലോഡ് കയറ്റേണ്ടത് എറണാകുളം കുണ്ടന്നൂരിൽ നിന്നാണ് കയറ്റേണ്ടത്. അപ്പം നമ്മുടെ കൂടെ വരുന്ന ആൾ ദേ ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ 2 പേരുടെയും സുഹൃത്താണ് ദേ ഈ വരുന്ന ആളാണ്.
ഇതേ എവിടെ പോവാ? എങ്ങോട്ട് വേണേലും പോയേക്കാം അല്ലേ? അപ്പം നമ്മൾ കോതനല്ലൂരായി. അപ്പോൾ കോതനല്ലൂരുകാരനാണ് ഇപ്പോൾ കയറിയേക്കുന്ന ആള്. അപ്പം ആളുടെ പേര് ഉണ്ണി. അഭിലാഷ് ജി നായർ എന്നാണ് ഒറിജിനൽ പേര്, ഔദ്യോഗിക നാമം. അപ്പൊ ഇനിയിപ്പം ഉണ്ണീന്ന് ചോദിക്കാളല്ലേ? അഭിലാഷ് ജി നായർ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയും. ഉണ്ണി എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. ആരാണ്ടാന്ന് പറയല്ലേ? അങ്ങനത്തെ ആളാ ഇവിടെ ജീവിച്ചിരിപ്പില്ലെന്ന്. നമ്മള് കുറുപ്പന്തറ എത്തി. അപ്പോഴേ നമ്മുടെ ഉണ്ണി പഴയ ഒരു എക്സ് ലോറി ഓണറാ അല്ലേ? എക്സ് മിലിറ്ററി എന്നൊക്കെ പറയുന്ന പോലെ 4-5 ലോറിയൊക്കെ ഉണ്ടായിരുന്ന സിംഗിൾ വണ്ടി ആയിരുന്നല്ല, 6 വീൽ അല്ല, ഒരു 10 വീലും ഉണ്ടായിരുന്നു അല്ലേ? ദുർഗ ട്രാൻസ്പോർട്ട് എന്നാണ് വണ്ടിയുടെ പേര്. ഇപ്പോൾ ഇല്ല, എല്ലാം കൊടുത്തു. മുട്ടച്ചിറ കടുത്തുരുത്തി മുട്ടച്ചിറ വീടറിയാവോ? ഇല്ല. ആ കടുത്തുരുത്തി അതെ, പെട്ടെന്ന് ചെല്ലണം കേട്ടോ. അവിടെ 4 മണിക്ക് ചെല്ലാന്ന് ഞാൻ പറഞ്ഞതാ. ഓടി തിരക്കാ, കണ്ടില്ല എങ്ങനെ പോവാൻ? ഇത് കാറല്ല, ലോറിയാ. മാപ്പേ കൂടെ വണ്ടി ഓടുകയല്ലെന്ന് മാപ്പേ കൂടെ വണ്ടി ഓടുകയല്ലെന്ന്. മാപ്പായിക്കൂടോ? അതൊരു പുള്ളി മറ്റേ വണ്ടിയെ പോയിട്ട് ലോങ് പോയിട്ട് തിരിച്ചു വന്ന് ഇപ്പം അതിന്റെ മുതലാളി പറഞ്ഞു, നിങ്ങൾ ഓടിയ കിലോമീറ്റർ ഇവിടുന്ന് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 150 കിലോമീറ്ററോളം കൂടുതൽ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പുള്ളി പറഞ്ഞത് ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ ഈ പോലീസുകാർ വഴി തിരിച്ചു വിട്ട് അങ്ങനെ വന്നാന്ന് പറഞ്ഞു. ഇപ്പോഴത്തേന് ഈ പുള്ളി മാപ്പേ നോക്കിയാന്ന് അറിയത്തില്ല. എന്നിട്ട് മാപ്പയിൽ ഇത്രയല്ലേ കാണിക്കുന്നുള്ളൂ എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോഴത്തേന് ഈ പുള്ളി സഹികെട്ടെന്ന് പറഞ്ഞാൽ മാപ്പേ കൂടെ വണ്ടി ഓടുകയല്ല, റോഡിൽ കൂടെ വണ്ടി ഓടുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇത് ഉണ്ടായ സംഭവം കേട്ടോ, ഈ പറയാൻ വേണ്ടി പറഞ്ഞല്ലോ, ഉണ്ടായ സംഭവം. എന്റെ പേര് പറയാൻ പറ്റിയല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇവിടെ അരിക്കൊമ്പൻ ഫാൻസ് ആപ്പാഞ്ചിറ. അത് കുറെ നാളായതാ. അരിക്കൊമ്പം പോലും അറിയുന്നില്ല ഇങ്ങനെ ഒരു ഫാൻസ് ഉണ്ട്. ഇന്ന ടീമൊക്കെ ബൈക്ക് എടുത്ത് ഒന്നും നോക്കാതെ സമ്മതിക്കണം. നല്ലൊരു വീടല്ലേ? നല്ലൊരു ടൈപ്പ്. അതെ അതെ, നമുക്ക് വണ്ടി കാല് തൂക്കിക്കൊണ്ട് പോണേ. ഇവിടെ ഇല്ലടാ ഇപ്പം. അവിടെ അടുത്തൊന്നും ഇല്ലേ? അവിടെ അടുത്തുണ്ടോന്ന് അറിയത്തില്ല. എവിടെന്നെങ്കിലും തൂക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പോകുന്ന വഴിക്ക് ലോഡ് വണ്ടിയും കൂടെ തൂക്കിയാൽ മതി. ഇവിടെ അല്ല, അപ്പുറങ്ങാണ്ടുണ്ട്. വേബ്രിഡ്ജ് പണ്ടത്തെ ചെറിയ വേബ്രിഡ്ജാണ്. കറക്റ്റ് 12 വീല് വണ്ടി മാത്രമേ കയറി വയ്ക്കാനുള്ളൊരു ഇതേ ഉള്ളൂ. ഇവിടെ തൂക്കുന്നതിന് 300 രൂപ ഉണ്ട്. ആന്ധ്രയിലൊക്കെ 80 രൂപയൊക്കെ ഉള്ളൂ. തമിഴ്നാട്ടിൽ 150 രൂപയൊക്കെയാന്ന് തോന്നുന്നു. 250 ആയിരിക്കും പെരുമ്പാവൂര്. ഇത് 916 ആണോ? അതറിയില്ലായിരുന്നു. 22 ക്യാരറ്റ് ഒന്നും അല്ലല്ലേ? അത് ശരിയാ. അപ്പോഴേ നമുക്ക് വൈക്കം വഴി പോവാം അല്ലേ? ഇതാകുമ്പോ നല്ല വഴിയാ, പെട്ടെന്ന് വണ്ടി ഓടി. നല്ല വഴിയാ. ഇല്ലല്ലേ ചെല്ലുമ്പോ നല്ല വെളിച്ചെണ്ണയുടെ മണോ? സെന്റ് ജോർജ് ചർച്ച്, തലയോലപ്പറമ്പ്. ഈ വീട്ടിൽ ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ വൈക്കം എത്തി. ലെഫ്റ്റിലേക്ക് വൈക്കം ക്ഷേത്രം, റൈറ്റിലേക്ക് എറണാകുളം. അപ്പോൾ ഈ വൈക്കം ശിവക്ഷേത്രം പ്രസിദ്ധമല്ല ഉണ്ണി? ഉണ്ണിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. വൈക്കം ക്ഷേത്രം ഭയങ്കര പ്രസിദ്ധമാണ്. വൈക്കത്ത് അഷ്ടമി ഭയങ്കര കഴിഞ്ഞു, 1 മാസമേ ആയുള്ളൂ. അതെ അല്ലേ? ഇതേ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണിത്. തന്തൈ പെരിയാർ മെമ്മോറിയൽ. ഇത് അന്നത്തെ കാലത്ത് ജയലളിതയാണ് ഉദ്ഘാടനം ചെയ്തത്. ആണോ? ഈ MGR ഇല്ലേ, MGRന്റെ നാട് വൈക്കം അറിയോ? MGR അല്ലേ, MGRന്റെ ഭാര്യ വീടോ? ഭാര്യ വൈക്കത. അയ്യോ, പുള്ളിക്കാരത്തിൻ്റെ ഭാര്യ വീടിന് ജാനകി രാമചന്ദ്രൻ. വൈക്കംകാരിയാണോ? വൈക്കംകാരിയാണ്. അത് ശരി. ഉദയനാപുരം ക്ഷേത്രമാണ്. ചെമ്പ് ജുമാ മസ്ജിദ്. നമ്മുടെ മൂവാറ്റുപുഴ ആറാണിത്. കുറച്ചപ്പുറം ഇത് കടലിൽ ചേരുക അല്ലേ? കടലില്ല, കായൽ. കായൽ. വേമ്പനാട്ട് കായലിൽ ചേരുകയാണ്. നമുക്ക് വേമ്പനാട്ട് കായലിൽ കൂടെ ഒരു ഹൗസ് ബോട്ടിലൊരു യാത്ര നടത്തണം. കുമരകത്തിന് പോയാൽ മതി. കുമരകത്തിന് അല്ലേ? അതെ, ആ വൈക്കത്തെ തന്തൈ പെരിയാറുടെ
സ്റ്റാച്ചു കണ്ടില്ലേ അതന്നെ അതിനെ കുറിച്ച് വല്ല അറിയാം? അത് സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രപ്രവേശനം ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഇല്ലായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേരളത്തിൽ. അന്നേരം ഉണ്ടായ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് ആദ്യ കാലത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തരുടെ ഈ മഹാത്മാഗാന്ധിയെ പോലുള്ള അതുപോലത്തെ വലിയ വലിയ ആൾക്കാരുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് സമരത്തിലുള്ള ആൾക്കാർ ശ്രമിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ ശ്രമിച്ച ആളാണ് ഈ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. അതുകൂടാതെ പുള്ളിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ DMK-യിൽ ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയ കക്ഷി DMK-യുടെ സ്ഥാപിത നേതാക്കളിൽ പെട്ട ഒരാളാണ് ഇത്. അപ്പം ഈ പുള്ളി അപ്പം ശരിക്കും സംഭവിച്ചതെന്നു വെച്ചാൽ ഇതിപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഈ ശരിക്കും ഈ കാട് കയറി ഭയങ്കരമായിട്ട് മോശമായിട്ട് അവിടെ ഭയങ്കര വെള്ളമൊക്കെ കയറി കിടക്കുമായിരുന്നു. അപ്പം ഈ 100ാമത് വാർഷികത്തിന് നമ്മുടെ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര പരിപാടി ഇവിടെ വെച്ച് നടന്നത്. അപ്പം അതിന് പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിപ്പോൾ ഈ വൈക്കം ഇതില്ലേ മുനിസിപ്പാലിറ്റി അവരുടെ ആകാവുന്ന രീതിയിലൊക്കെ അത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ഇട്ടിരുന്നതാണ്. പക്ഷെ ഇത് പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത് നന്നാക്കി എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് ഇതാണ്ട് കോടികൾ ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ സ്റ്റാലിൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വമ്പം പരിപാടിയായിരുന്നു. ബോട്ടിയുടെ അപ്പുറം ഒരു വലിയ മൈതാനമുണ്ട്. ആ മൈതാനത്ത് വെച്ചായിരുന്നു വമ്പം പരിപാടിയായിരുന്നു. പുള്ളി പൈസ അനുവദിച്ച് ഇപ്പം അത് ഭയങ്കരമായിട്ട് നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുക. വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ എല്ലാ കവലകളിൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. നമ്മൾ തമിഴ്നാടൊക്കെ ഒത്തിരി ഇതുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ സാധാരണ ശ്രദ്ധിക്കാറില്ലല്ലോ. നമ്മൾ വണ്ടി പിടിച്ച് പോകുമ്പോൾ എവിടെ ഏറ്റവും കൂടുതലുള്ള മാലയിട്ട ഒരു നമ്മുടെ ഇവിടുത്തെ പോലെ ഈ എന്നാ പറയുന്നത് ഈ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മൾ ആ കറക്റ്റ് ആ ദിവസങ്ങളിൽ മാത്രമേ അങ്ങ് അടുക്കത്തോട്ട് ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ല ഇത് ഞാൻ കണ്ടിട്ടില്ല. അല്ല നമ്മുടെ ഇവിടെ ഈ പ്രതിമകൾ സ്ഥാപിച്ചെങ്കിലും നമ്മൾ ഇപ്പം കോട്ടയത്തെ ഗാന്ധി പ്രതിമ എന്നതിൽ സമരം ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. തമിഴ്നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് എല്ലാ ദിവസവും മാലയിടും വലിയ വലിയ ജംഗ്ഷനിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം നല്ലോണം അവര് മെയിൻ. അപ്പൊ ഈ പുള്ളിക്ക് ഇത് വന്നുകൊണ്ട് പുള്ളി ഇത്രയും പൈസയൊക്കെ അനുവദിച്ച് അവിടെ ഭയങ്കര പരിപാടിയായിട്ട് വരുവാ. അപ്പോഴേ കിളിയോട് പറഞ്ഞില്ലേ ലോഡ് എന്നാന്നൊക്കെ? ലോഡ് പറഞ്ഞില്ല, കിളി വഴിക്കുന്നില്ല കയറിയത്. സാറിന് അങ്ങനെ കിളി വന്ന് വണ്ടിയെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടാണ് ഡ്രൈവർ വന്ന് കയറാറ് പതിവ്. ഇത് നേരെ തിരിച്ചായിപ്പോ ഡ്രൈവർ വണ്ടി എടുത്തോണ്ട് വന്നപ്പം കിളി വന്ന് വീട്ടിൽ നിന്ന് കയറുക. അതുകൊണ്ട് പറയാൻ പറ്റി ഇത് വെറും കിളിയല്ല, ഇച്ചിരി ഗ്രേഡ് കൂടിയ കിളിയാണ്. മറ്റേ തത്തയില്ലേ എന്നാ അതിന് പറയുന്ന പേര്? ഒരു വലിപ്പമുള്ള തത്ത. അതിന്റെ പേര് മറന്നുപോയി. എന്ന് പറഞ്ഞ പോലെയാ. അപ്പൊ ഈ പ്രാവശ്യം ഏകലും പടുത കെട്ടാനും കയറ് കെട്ടാനും ഒക്കെ ആളുണ്ടല്ലോ. ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താൽ മതിയല്ലോ. അതെ. സംഭവം എന്നാന്നറിയോ? ഒരു തൊഴിലാളിക്ക് ആവശ്യം ഭക്ഷണവും വിശ്രമവും. ഞങ്ങൾ ജോലി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യത്തിലുള്ള ഭക്ഷണവും വിശ്രമവും തരണം. അല്ലാതെ ക്യാമറാമാനാന്നൊന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അല്ല വേറെ കാര്യമുണ്ട്, അടുക്കള സാധനം എല്ലാം ഉണ്ട്, പതുക്കെ ഇറങ്ങി വെച്ചോണ്ട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് താല്പര്യമുള്ള കേസാണ്. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. എല്ലാം വേണമെന്നില്ല, നമുക്ക് സാധനം കിട്ടിയാൽ നമ്മൾ ഉണ്ടാക്കും. പക്ഷെ ഇത് വേണം, വിശ്രമം വേണം. തൃപ്പൂണിത്തുറ ബൈപ്പാസ്സായി. അതെ, മിക്കവാറും അവിടെ ചെല്ലുമ്പോഴത്തേനും വൈകുന്നേരം ആവുമല്ലോ. പെട്ടെന്ന് പോട്ടെ. ഡ്രൈവർ മോശം. ഡ്രൈവർ എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ലെഫ്റ്റിലേക്ക് കുണ്ടന്നൂര്. നമുക്ക് കുണ്ടന്നൂരാണ് പോകണ്ട കേട്ടോ. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ല അല്ലേ? അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കില്ല. ഉണ്ണിയേ, ഇത് നമ്മളെ ഫേമസ് സ്ഥലമാ മരട കേട്ടോ. മറ്റേ ഫ്ലാറ്റ് പൊളിച്ചേ തീരപ്രദേശ നിയമം ലംഘിച്ചതിനെങ്ങാണ്ടല്ലേ അത് പൊളിച്ചത്? അതെ. അത് ശരിക്കും നമ്മുടെ കായലിന്റെ തീരത്താ. ഇവിടെ പഞ്ചായത്താ. അതെ. അപ്പൊ ഈ മരടെന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് ഫ്ലാറ്റിന്റെ കാര്യം ഓർമ്മ വരും. ഒരു സമയത്ത് വാർത്തയിലെല്ലാം നിറഞ്ഞു നിന്ന സംഭവല്ലേ? എന്നാ അല്ലേ, കുറെ പേരുടെ പൈസ പോയി. അതെ. ആരായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. പിന്നെ ഈ ബിൽഡർമാരും അന്ന് കാലത്തെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പേര് പിന്നീട് വിഷയമാകുന്നതാണ്, അനുഭവിക്കേണ്ടി വരുന്ന. സാധാരണക്കാരല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരും പൈസ ഉണ്ടാക്കുന്ന കഷ്ടപ്പെട്ടല്ലേ ആരായാലും ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മള് കുണ്ടന്നൂരെത്തി. അപ്പോൾ നമ്മളിത് NH66 മോളിൽ കൂടെ പോകുന്നത്. ലെഫ്റ്റിലേക്ക് പോയ തിരുവനന്തപുരം, റൈറ്റിലേക്ക് പോയ തൃശ്ശൂർ. എനിക്ക് തോന്നുന്നു നേരെ ഫോർട്ട് കൊച്ചിയാണ് നേരെ കയറി പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് ആ പാലം കയറുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റിൽ നിന്ന് സർവീസ് റോഡിൽ കൂടെ ചെല്ലാന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ വലിയ തിരക്കൊന്നും ഇല്ല നമ്മൾ അല്ലേ? വലിയ എത്തി. അപ്പോൾ നമുക്ക് വീണ്ടും ലെഫ്റ്റ്. അതെ, ഇനി അതെ മുന്നോട്ട് ചെന്നിട്ട് ഈ പാലത്തിനടിയിൽ കറങ്ങി അതിനടിയിലെങ്ങാണ്ടാ നമുക്ക് ലോഡ് കയറ്റേണ്ട സ്ഥലം. നെട്ടൂരാനിന്റെ കളി. അപ്പം നമ്മൾ ലോഡ് കയറ്റേണ്ട സ്ഥലത്തെത്തി. ഈ സാധനം നമുക്ക് കൊണ്ടുപോകാനുള്ള ഈ പ്രാവശ്യം കുറേ നാളായിട്ട് വീട്ടിൽ ഇരിക്കുകയായിരുന്നു, കൈയൊക്കെ ഒന്ന് പൊട്ടു. അതിനകത്ത് കയറ് കെട്ടണ്ടേ? വേറൊരു കാര്യമുണ്ട്, ഞാൻ രാജസ്ഥാനിൽ നിന്ന് നല്ല കയറ് മേടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര വലിച്ചാലും കൈ പൊട്ടുകയില്ല. എലാസ്റ്റിക് പോലുള്ള കയറാ.
പ്ലാസ്റ്റിക്കേ പൊട്ടുകൊള്ളായിരിക്കും. അല്ല എലാസ്റ്റിക് പോലുള്ള കയറാ, കൈ പൊട്ടുകയല്ല. പോകാൻ നേരത്ത് ഇവരുടെ നാണ്ടാ കൈയെ വിട്ടേക്കുന്ന ആ സാധനോടെ എടുത്ത് മേടിച്ചോണ്ട് പോവാ. അല്ല അത് വണ്ടിക്കകത്തുണ്ട്. കൽപ്പിച്ചാ അല്ല അത് വണ്ടിക്കകത്തുണ്ട്, വേണേ തരാം. ഉണ്ടോ? ആ അത് നിങ്ങൾ ഇട്ടതല്ലേ? ഇടാത്ത ഇടുള്ളൂ. എന്നാടാ എന്നെ കൂട്ടിക്കൊണ്ട് ഈ ചായ വേണം. വിക്രമാദിത്യൻ മറ്റേ വേതാളത്തിനെ ചുമന്നോട്ട് പോവില്ല. വേതാളത്തിനുള്ള കുഴപ്പമെന്നാന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് വിക്രമാദിത്യനോട് ഓരോ ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞില്ല തല പൊട്ടിച്ചെന്നും പറയും. വിക്രമാദിത്യന്റെ അവസ്ഥ ഇപ്പൊ ചായയുടെയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ വൈകുന്നേരം ഉള്ളു. നമുക്ക് വൈകുന്നേരത്തിനുള്ള അരി ഇടാം. അരി ഇട്ടേക്കാം. അതെ ഇട്ടേക്കാം, കുഴപ്പമില്ല. സമയം വെറുതെ വേസ്റ്റ് ആകില്ല. കറിയും സാധനം കോഴിയൊക്കെ ചിക്കനൊക്കെ പോയി മേടിച്ചോണ്ട് ലോഡ് കയറി തീരുന്ന അതൊക്കെ ഈ സാധനം മേടിക്കണ്ടൊക്കെ കിളിയുടെ പണിയാണ്. മെയിൻ ഡ്രൈവർ അല്ല, മെയിൻ ഡ്രൈവർ അവിടെ ഇരിക്കത്തില്ല. അത് കുഴപ്പമില്ല, ഏറ്റിങ്ങാട് തന്നുവിടാം. ബാ നമുക്ക് പോയി ചിക്കനോ മട്ടനോ എന്നാന്ന് വെച്ചാൽ മേടിക്കാം. നിങ്ങളുടെ വീഡിയോക്കകത്ത് എല്ലാം ഉള്ള ഈ വീഡിയോക്കകത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കാണ് നാണക്കേട്. അതെ നോക്കി തന്നാ പോരാ, കയറൊക്കെ ഇട്ട് കൊടു പോയി. ഞാൻ ഇത്ര നോക്കി നിൽക്കുക, ഇനി നീ കയറിടും. കിളിയുടെ കൊണ്ട് കുട്ടിയോ പോയി കയറൊക്കെ എടുത്തിട്ട് കൊടു. നോക്കിയൊന്നും അടുത്ത എന്താ പൊന്നെ, കയറെടുത്തിട്ട് കേട്ടോ, പെട്ടെന്നാട്ടെ നമുക്ക് ബാക്കി വരല്ലേ. ചുമ്മാ നിൽക്കുവാണെങ്കിൽ രണ്ടെണ്ണം കയറ്റി വയ്ക്കാം. അവർക്ക് കിളിയെ വണ്ടിയെ കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? കിളിയെ കൊണ്ട് വല്ലപ്പോഴും ഡ്രൈവർ ബോറടിക്കാതിരിക്കാൻ. പഴയ കൺസെപ്റ്റ് ഒക്കെ മാറി. ഇപ്പൊ ഏതെങ്കിലും പ്രൈവറ്റ് ബസ് കിളിയുണ്ടോ? ഇല്ല. എന്നാ കാരണം? ഇതൊക്കെ വംശനാശം സംഭവിച്ചു പോയി. ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ട്. അല്ല ഇത് പക്ഷേ ഇത് പ്രൈവറ്റ് ബസ് അല്ല. അല്ല എന്തായാലും ഇങ്ങനെ വിവാഹം വംശനാശം സംഭവിച്ചു പോയി. അപ്പൊ ഡിമാൻഡ് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പൊ ഈ കിളിക്ക് തന്നെ പണി പടുതായിട്ട് കേട്ടോ രണ്ടുപേരും. ഞാൻ ഇത്ര നേരം നോക്കി നിൽക്കുമായിരുന്നു. നോക്കിയൊന്നും കുഴപ്പമില്ല. മടുത്തത് ഞാൻ സത്യം പറയാ. എന്നാന്നറിയോ, വിശ്രമം വേണം. എനിക്ക് വിശ്രമം വേണം. ഞാൻ അവിടുന്ന് പോന്നപ്പോഴേ പറഞ്ഞു എനിക്ക് ഭക്ഷണവും വിശ്രമവും കഴിയും. ഭക്ഷണവും വിശ്രമവും മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് വേറെ പണിയില്ല. ഇതേ കെട്ടണ്ട ഇവിടെ നിന്ന് കെട്ടിക്കോളൂ. ഞാൻ പറഞ്ഞ പോലെ ഇട്ടപ്പോ കണ്ടോ സംഗതി റെഡിയായത്. അതെ പൈസ കൊടുക്കണം. കന്ന് പണിയുന്ന പോലെ പണിതിട്ട് കാര്യമില്ല. അതെ എനിക്കൊരു ഫോണിൻ്റെ 2-3 കവറും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. മറൈൻ ഡ്രൈവ് വരെ പോയാലോ? വാ നമുക്ക് പോയേക്കാം. ഇപ്പോൾ ബ്രോ എല്ലാം ഡീൽ ചെയ്തിട്ടേക്കണം. ഞാൻ പോയി ചേരുമ്പോൾ യാതൊരു പരാതിക്കേട് ഇവർക്ക് കൊടുത്തേക്കരുത് കേട്ടോ. നമുക്ക് പോയേക്കാം. അപ്പോഴേ നമ്മൾ എറണാകുളത്തിന് പോകാമെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ ലോഡ് കയറ്റുന്ന പാർട്ടിയുടെ വണ്ടി ഇതും കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഇതുകൊണ്ട് പോയേക്കാം അല്ലേ? ഡ്രൈവർ വണ്ടി എടുത്തു. പെട്ടെന്ന് പോയി ചേരുവാൻ. അതെ ഡ്രൈവർ വണ്ടി എടുത്തു. ഞാനാണ് കുറച്ച് നേരം പണിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും സമാശ്വാസം. അല്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി. കയറ് കേട്ടാ. ബാ അപ്പോൾ നമ്മൾ പെൻഡാമൈനകെ വന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. വണ്ടിയുടെ ധൃതി വെക്കുക. അതെ ഡ്രൈവർ വണ്ടി എടുത്തു. രാജേഷ് വിളിച്ചായിരുന്നേ, ലോഡൊക്കെ കെട്ടി നിർത്തിയേക്ക് കേട്ടോ. എൻ്റെ പണി പോയോ ദൈവം. അതെ എന്നെ ഇവിടുന്ന് എന്നെ തുടങ്ങിയിടത്തുനിന്ന് തന്നെ പണി ഇറക്കി വിടുവോന്ന് എൻ്റെ പേടി. അപ്പം തന്നെ കയറൊക്കെ ഇട്ട് കെട്ടിയിട്ട് നിൽക്കുക. പിന്നെ പടുത ഇടണ്ടായിരുന്നതായിരുന്നോണ്ടേ അത് കയറും കെട്ടി ബില്ലും എല്ലാം കിട്ടി. ബില്ലും എല്ലാം മേടിച്ച് നിൽക്കുക. ബ്രോ എല്ലാം കെട്ടി എല്ലാം സെറ്റപ്പ് ആക്കിയില്ലേ? വാ നമുക്ക് പോകണ്ടേ? അതെ കിളിയെ കൊണ്ടുവരുന്നതേ ഈ ലോഡ് കെട്ടാനും ഇത് നോക്കാനും. എടാ നിനക്ക് ഞാനൊരു ഗുഡ് സർവീസ് എൻട്രി തരാൻ പോവാ. ഇത്രയും നല്ല സുത്യർഹമായ സേവനം തന്നതിന് അടിച്ചു പൊളിക്കാനായിട്ട് ഞാൻ പറഞ്ഞേക്കുവാ. പ്രത്യേകം മുതലാളിയോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത റിപ്പബ്ലിക് ദിനത്തിന് തരും. സഹിച്ചോണം അതുവരെ. കിളി എല്ലാം കൂടെ ടൗണിൽ കൂടെ ഒക്കെ പറന്ന് കിടക്കുമല്ലായിരുന്നു. പല പരിപാടികൾ ഇത് എല്ലാം എന്തെല്ലാം സാധനങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്നാ കയറി വണ്ടിയെ കയറി. എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. അതാ എല്ലാം മേടിച്ചു. എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. കുലുക്കാതെ നല്ല പഞ്ഞി മെത്ത കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിക്കോളാം. എടുക്കുമല്ലേ വണ്ടി എടുക്കൂലേ? വട്ടം ഓടിച്ചോ കേട്ടോ. കപ്പക്കോൽ ഒടിയുന്ന പോലെ ഒടിച്ചോട്ടോ. കയ്യിലെടുക്കണോ? കപ്പക്കോൽ ഒടിയുന്ന പോലെ ഒടിഞ്ഞോട്ടോ. അപ്പം നമ്മുടെ മെയിൻ ഡ്രൈവർ ഇല്ലാത്ത നമ്മുടെ ആദ്യ യാത്രയാണിത് കർണാടകയിലെ വിരാജ്പേട്ടയിലേക്ക്. അങ്ങനെ നമ്മൾ ഹൈവേയിലോട്ട് കയറി. അങ്ങനെ അതെ നമ്മൾ NH66 കയറി. അപ്പോൾ ഈ NH66 വഴി നമ്മൾ തൃശ്ശൂർ, കുന്നംകുളം, പെരുമ്പിലാവ്, പെരിന്തൽമണ്ണ, പട്ടാമ്പിയൊക്കെ കൂടി നമുക്ക് പോകാം. 2 വഴിക്ക് പോകാം. അല്ലെങ്കിൽ കോഴിക്കോട് ചെന്ന് തലശ്ശേരി എന്ന് പോവാം. പക്ഷെ നമുക്ക് ഇതിലേ പോവാം അല്ലേ? മാനന്തവാടിയൊക്കെ പോയി കുട്ട വഴി അങ്ങ് പോവാം. വൈറ്റില ഹബ്ബ് അതല്ല ഈ പാലത്തിനടിയിൽ കൂടെ പോകണം. ഇപ്പം വൈറ്റില ഫ്ലൈ ഓവറാണ്. കോട്ടയർക്ക് വഴിയെ വല്ലതും അറിയാവോ? ഡ്രൈവർക്ക് അറിയത്തില്ല. ഞാനതാ ഉറക്കളച്ചിരിക്കുന്നത്. ആരാ ഡ്രൈവറാക്കി വഴി ഇത് എവിടെയാന്നൊക്കെയാ ചോദിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ഈ പാലം കണ്ടാൽ അറിയില്ലേ, വളരെ വിവാദമായിട്ടുള്ള ഒരു പാലമായിരുന്നു.
ഭയങ്കര സംശയത്തിൽ നിന്നൊരു പാല, ഒരു ഇല്ല, കുഴപ്പമില്ല. മണ്ട തട്ടുമെന്ന് നോക്കണം കേട്ടോ. ആ പിന്നെ മണ്ട തട്ടി. എല്ലാവർക്കും ഭയങ്കര സംശയമായിരുന്നു മണ്ട തട്ടുമെന്ന്. ഇത് ഉണ്ടാക്കി വെച്ചാൽ തന്നെ അത്ര മൂളയില്ലാത്തതാണ്. ഇവിടെ ഒക്കെ ഉണ്ടോ ഈ മരം വെച്ചേക്കുന്നേ അല്ലേ, നല്ല തണലുമായി പകലേ. അതൊക്കെ ഇപ്പൊ പൊക്കോളും. ഫ്ലൈ ഓവർ ആയതുകൊണ്ടേ ഈ നടുക്കത്തെ പോവായിരിക്കും അല്ലേ, തൂണ് അവിടെ ആയിരിക്കും വരുന്നത്. അതെ അതെ, 6 വരി വീടുണ്ടേ. അതെ, 6 വരിപ്പാതയല്ലേ. ഇപ്പോൾ നമ്മൾ പ്രശസ്തമായ പാലാരിവട്ടം പാലത്തിന് മുകളിൽ കൂടെയാണ് പോകുന്നത്. പാലാരിവട്ടം ഫ്ലൈ ഓവറിന് മുകളിൽ കൂടി. അതെ അതെ. നമ്മൾ എടപ്പള്ളി എത്തി. എടപ്പള്ളി സിഗ്നലിലെ ബ്ലോക്കായിരുന്നു കണ്ടത്. ഇതിലേ കൂടെ പോയാലും വേണ്ടില്ല, നല്ല ആഹാരം കിട്ടുന്ന സ്ഥലത്തൂടെ പോകണം കേട്ടോ. അതെ അല്ലേ, അതൊക്കെ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. അല്ല വേറെ കാര്യമാണെന്നേ, എൻ്റെ കയ്യിലല്ല ക്ലച്ചും ബ്രേക്കും ഒക്കെ ഇരിക്കുന്നത്. ഈ ട്രിപ്പ് ഡ്രൈവറൊക്കെ മൊത്തം ഉത്തരവാദിത്തം. നോക്കി വെറുതെ ഒരു കിളിയെ കൊണ്ടുവന്നു. കൂലിക്ക് ആളെ കൊടുത്ത് ഞാൻ കെട്ടിക്കുമായിരുന്നു. ആ അതെ അതെ അതെ. കിളിക്ക് എന്നാൽ ലുലുമാളിൽ ഇറങ്ങി വല്ലതും മേടിച്ച് കഴിക്കണോ? ഓ വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, നമ്മൾ സാധാരണക്കാരനാ. ആണോ? ആ, കഞ്ഞിയും പയറും കിട്ടിയാലും സന്തോഷം. കഞ്ഞിയും പയറും മതി. എന്നാൽ പിന്നെ നമുക്ക് വണ്ടിയെ വെക്കാം. ഓഹോ, ഞാൻ റെഡിയാവും. ഇപ്പൊ പറയണം, ലുലുമാളായി ലെഫ്റ്റ് സൈഡിൽ കാണുന്നതല്ല. ഇപ്പൊ ഇത് കഴിഞ്ഞ് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. നമുക്ക് നാളെ കയറാം. നാളെ മതിയോ? നാളെ അല്ലേ, തിരിച്ചു വരുമ്പോട്ടല്ലേ? ആ, തിരിച്ചു വരുമ്പോൾ കയറാം. ആ, എന്നാ പിന്നെ നമുക്ക് നേരെ പോയേക്കാം. അപ്പോഴേ നമ്മുടെ 2 ഫോളോവേഴ്സ് ആണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് കൈ കാണിച്ചു കേട്ടോ. രാവിലെ നമുക്ക് എന്നാ കാപ്പിക്ക് എന്നാ ഉണ്ടാക്കുന്നത്? കാപ്പിക്ക് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവ്. ആ, അപ്പൊ നമ്മുടെ ഉണ്ണിയുടെ ഉടുപ്പി ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാം. ഉടുപ്പി ഉപ്പുമാവ്. ആ, കേരളത്തിലാണെ കടന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ വെച്ചേക്കാം. ഉച്ചക്കത്തെ മെനു പറ, എന്നാക്കാ വേണ്ടേ? ഉച്ചക്ക് എന്നാ ഉണ്ടാക്കുന്നത്? ചോറ് വേണോ കഞ്ഞി വേണോ? കഞ്ഞി വൈകുന്നേരമാണല്ലോ മതി. ഇനി അതെയോ? നമുക്ക് ഒരു ബ്രോക്കൺ ചില്ലി വിത്ത് ഒണിയനാക്കിയാലോ? അത് നമ്മുടെ മെയിൻ ഡ്രൈവറുടെ ഇഷ്ട ഭക്ഷണമായിരുന്നു. എന്നാ മുളക് പൊട്ടിച്ചോ? അതെനിക്കറിയായിരുന്നു, അതാ ഞാൻ കണ്ടേക്കുന്നത്. മറ്റേ എന്നാ ഒരു കല്ല് ഇതിനകത്ത് ഇടിച്ചു കൂട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാന്താരി ഉള്ളിയും കൂടി ഇട്ട് ചാച്ച്. എന്നിട്ട് തന്നു വിട്ടില്ലേ നമുക്ക് കാന്താരി ഒന്നും തന്നില്ലേ? അയ്യോ, അതെ, കാര്യമായിട്ട് മുളകൊന്നും കാന്താരി ഒന്നും തന്നു വിട്ടില്ല. പക്ഷെ ഒരു തേങ്ങ 2 തന്നു വിട്ടിട്ടുണ്ട്. തേങ്ങ ഒരു 3-4 എടുത്തോണ്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു ഇതായി തേങ്ങ എടുത്തോണ്ട് പോയിട്ട് ആര് ഇത് വെച്ച് വെക്കാനാ. നമുക്കൊരു പായസം അങ്ങ് വെച്ചേക്കാം, തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ്. എന്നാത്തിനാ കുറയ്ക്കുന്നത്? വെച്ചേക്കാം. അപ്പോഴേ ഏതെങ്കിലും കടയുണ്ടെ നിർത്തിക്കോ. കടയാണോ? അതോലോകം തട്ടുകട. ഇതല്ലായിരുന്നു. പക്ഷെ ഇവിടെ വണ്ടി ഇടാൻ ഇടയില്ലല്ലോ. ഉണ്ടോ? ഫുഡൊക്കെ മേടിച്ച് സന്തോഷമായില്ലോ? വേറെ അറിഞ്ഞോ? എന്നോട് 3 ലിറ്റർ വെള്ളം ചുമക്കാൻ പറഞ്ഞ് ഞാൻ ഒരു തരത്തിൽ ചുമന്നുകൊണ്ട് പോവാ. 3 ലിറ്റർ ഉണ്ട്. ഇത് 3 ലിറ്റർ പറഞ്ഞോളൂ. ഇതാണ് പണിയായത്. പിടിച്ചേ, മെയിൻ ഡ്രൈവർ പ്രത്യേകം പറഞ്ഞ വിട്ടെ ടയറെല്ലാം നോക്കണം. ഇത് എല്ലാ ടയറും പോയി നോക്കിയേ. ഞാൻ നോക്കാം, എങ്ങനെയാന്ന് കാണിച്ചു തരാം. എന്നാ പിന്നെ നീ അങ്ങ് നോക്കിയാ പോലെ. അത് പറ്റിയല്ല, പിന്നെ നോക്കിയേ. ഇത് ടയറ് ടോറച്ചെടുക്കണമായിരുന്നു, ടോറച്ചെടുത്തില്ല. ടോർച്ചെടുത്താ ഇതിന്റെ ഇടപടിയൊക്കെ കല്ല് കയറിയിരിക്കും. മണല് കയറിയിരിപ്പുണ്ടല്ലോ. മണലുണ്ട്, മണല് സാരമില്ല. കല്ലുണ്ടോ നോക്കണം ഇങ്ങനെ. കല്ലുണ്ടെങ്കിൽ കുത്തിക്കളയണം. പുറകോട്ട് പോയി നോക്കി. ലൈറ്റ് കൊണ്ടുവരൂ, ടോർച്ചടിച്ച് കാണിച്ചേ. ഞാൻ കല്ലുണ്ടോ നോക്കട്ടെ. ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇനി 2 കൂടെ പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. അതാ ഉണ്ടോ, ഇത്ര കേസേ ഉള്ളൂ. ഇതിനായി. അല്ല വേറെ കാര്യമുണ്ട്. ആ കേട്ടോ, കല്ല് ടയറിനെ കയറാതെ വണ്ടി ഓടിക്കണമെന്ന് പറയാം മെയിൻ ഡ്രൈവറോട്. ഞാനങ്ങോട്ട് മാറിയിട്ട് പറയാനിരിക്കുക. ഇതിന്റെ എല്ലാം കൂടെ പകരം വീട്ടാ കിടക്കുക. ഉള്ള കല്ലിനകത്തൂടെ എല്ലാം വണ്ടി ഓടിച്ച് ഇത്രയും നല്ല ടാർമ്പറുള്ള നമുക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി. ആ ചുമ്മാ ഇത് വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരണം കേട്ടോ. എക്സ്പീരിയൻസ് കുറവാ. ഇതേ ആ വെച്ചെടുത്ത് കൊണ്ടു വെക്കണം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പോയി കിടക്ക. ആ വെച്ചെടുത്ത് തന്നെ കൊണ്ടു വെച്ചേരും. നല്ല കുലുങ്ങാതെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകണം. എന്നാന്നറിയോ, ഇതിനിടയ്ക്കെല്ലാം കല്ല് കയറിയിരിപ്പുണ്ടായിരുന്നു. നല്ല വഴിയെ ഓടിക്കണം കേട്ടോ. കല്ല് നോക്കി ഓടിക്കണം, ടയറെ കയറാതെ. എറിയൂ. നമ്മൾ കളമശ്ശേരിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആലുവായി. ഇത് നമ്മുടെ ഉണ്ണിയുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഉണ്ണി ഉറങ്ങിയോ? ഇല്ല ഇല്ലേ? മൊബൈലൊന്ന് ദർശിച്ചോണ്ടിരിക്കുവായിരുന്നു. മൊബൈലോ? അപ്പൊ അതെ, അതൊന്നും ഇവിടെ പറ്റിയല്ലോ കേട്ടോ. അപ്പോഴേ ഫോൺ ഉപയോഗിക്കണല്ലേ, ഒന്ന് ഫോൺ സൈലന്റ് ആക്കി മാറ്റി വെക്കണം. ഫോൺ വന്നാൽ എടുക്കുക ഒക്കെ ചെയ്യണമെങ്കിൽ ക്യാമറാമാന്റെ അനുവാദം ഇല്ലാതെ ഫോൺ എടുക്കാൻ പാടില്ല. ആയിക്കോട്ടെ. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഒരു പേപ്പർ എഴുതിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റിയല്ലാത്ത കാര്യങ്ങളൊന്നും എഴുതി തരാമോ? ഞാനിത് പഠിക്കട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത്ര കാര്യമേ ഉള്ളൂ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്നെ ജീവപര്യന്തം ശിക്ഷിച്ചു കൊണ്ടുവന്നേക്കുവാണോ? അതല്ല, ഇതൊക്കെ ഇവിടെ ഇതിനകത്ത് ഉള്ള കാര്യങ്ങളാണ്, പാലിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മള് അങ്കമാലി എത്തി.
നല്ല തിരക്കാണല്ലോ റോഡിൽ. ഏയ് അങ്കമാലി ഇതുപോലെ എന്നാ തിരക്കാൻ നോക്കി, എന്നാ ട്രാഫിക്കാ നോക്കി. ഇങ്ങോട്ട് നല്ല ട്രാഫിക്. ആ കാരണം ഏതെങ്കിലും ഒരു സൈഡിലോട്ടൊക്കെ വരാറുള്ളത്. അല്ല ഇത്രയും ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതല്ല, എന്നാ പറ്റിയെന്നുള്ള കാര്യം പക്ഷെ അറിയത്തില്ല. അവിടെ അതിനുള്ള കാരണമൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. കണ്ടില്ല, എന്നാന്നറിയത്തില്ല. ഇതുണ്ടോ അവിടെ നിന്നുള്ള ലൈനും അതുപോലെ തന്നെ വണ്ടിയുടെ കുറെ നേരമായിരുന്നേ, കുറെ അപ്പുറം തൊട്ട് ഇങ്ങനെ ഇത് നമ്മളെ പാലിയേക്കര ചില സമയത്ത് കിടക്കുന്ന പോലെ. ആ എത്ര നേരമായെന്നറിയോ? കുറച്ച് നേരമായില്ലേ? അല്ല സാധാരണ ഇവിടെ തിരക്കുണ്ടായാലുവേ ആ KSRTC അവിടുത്തെ ആ സിഗ്നൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ തിരക്കാൻ കുറയുന്ന. ഇന്ന് നല്ല തിരക്കാ. ഇത് ഇവിടുത്തെ സിഗ്നലൊക്കെ കണ്ടോ ഓഫാ. ആ ഇവിടെ എന്താ പ്രശ്നമുണ്ട്, ഇവിടെ പോലീസുകാരുണ്ട്. ഇവിടെ തൊട്ടുള്ള ബ്ലോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഈ പള്ളി പെരുന്നാളാണെന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടായിരിക്കും അല്ലേ? പള്ളി പെരുന്നാളിൻ്റെ ആണോ? ആ അപ്പം നമ്മൾ പാലിയേക്കര എത്തി. ഭയങ്കര തിരക്കാണല്ലോ ടോളിലൊക്കെ. ഫാസ്റ്റാഗ് ഇല്ലെങ്കിലേ നമ്മൾ ഫാസ്റ്റാഗ് ഇല്ലാതെ ടോളിൽ ചെന്നാൽ ഡബിൾ ചാർജ് കൊടുക്കണേ. അപ്പം ടോളിൽ ഫാസ്റ്റാഗ് ഇല്ലെങ്കിലോ നമ്മൾ പൈസ കൊടുക്കണമെങ്കിലോ? പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. റീഡ് ചെയ്യാത്ത പരിപാടി. ആ റീഡ് ചെയ്യാത്തതല്ല, ഫാസ്റ്റാഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയ വഴിക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പൈസ കൊടുത്തിട്ട് എടുത്ത് പോകണം. ഗൂഗിൾ നോക്കി കഴിഞ്ഞപ്പോൾ ഈ ടോൾ പ്ലാസയിലെ നിയമങ്ങളില്ലേ, ഒരു ലൈനില് 6 വണ്ടിയെ കിടക്കാവുള്ളൂ. അതിൽ കൂടുതൽ വന്നാൽ തുറന്നു വിടണം. പക്ഷെ ഇവിടെ 60 അല്ല, 6 അതിൽ കുറവോ പറ്റുമോ എന്നുള്ളതാണ് നിയമം. ആ പക്ഷെ ഇവിടെ 6 എന്നുള്ളത് ഇപ്പുറത്തൊരു 60, ഒരു 0 കൂടി ഇപ്പഴേ ഉണ്ടായിരുന്നുള്ളേ ഉള്ളൂ. 0 വിലയില്ല. അതെ ഒല്ലൂരായി ഒല്ലൂര്. എന്നാന്നറിയോ, അപ്പോഴേ ഉണ്ണി വഴിയൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. തൃശ്ശൂരാണേ. എല്ലാം പറഞ്ഞു കൊടുക്കണം. പിന്നെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ, ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്. വഴിയൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ആ ഇത് കോട്ടയത്ത് വെച്ചേക്കുന്ന പോലുള്ള സംഭവം അല്ലേ, നടപ്പാത. പക്ഷെ ഇവിടെ ഈ ഈയിടെ ഇതെങ്ങാണ്ട് പണിതാണല്ലോ, അതിൽ നിന്നാളൊന്നും ആയില്ലല്ലോ. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ പമ്പ്. മിക്കവാറും KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ എല്ലാം പമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൂങ്കുന്നം എത്തി, തൃശ്ശൂർ ടൗണൊക്കെ കഴിഞ്ഞ് പൂങ്കുന്നം എത്തി. ഇപ്പോൾ ഇവിടെ കടയുണ്ടെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം അല്ലേ? ആ ചായക്കട ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പേ കടിഞ്ചായൊക്കെ കുടിച്ച് എന്നാ പിന്നെ വിട്ടേക്കാം. ഞാൻ ഓടിക്കണോ? ആ സിംഗിൾ ഡ്രൈവറാ ഇപ്രാവശ്യം. സിംഗിൾ ഡ്രൈവറാ. പാറ്റ കൂട്ടുമ്പോൾ അതനുസരിച്ച്. ആ എന്നാപ്പാ എടുത്തോ. ഈ പൂങ്കുന്നം വരുമ്പോഴെപ്പോഴും ഓർക്കുവേ, പണ്ട് നമ്മൾ വണ്ടിയെ പൊക്കൊണ്ടിരുന്നപ്പം ഇതെവിടെ ഒരു നമ്മളിവിടെ ഈ തിരിയുന്നിടത്തൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ വന്ന് വെള്ളം പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന. പിന്നെ രാത്രി സമയങ്ങളിലൊക്കെയാണ് വണ്ടി അവിടെ നിർത്തി കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ ആയിരുന്നു. ഇപ്പം അതില്ലെന്ന് തോന്നുന്നു കേട്ടോ. പൈപ്പൊക്കെ ഇല്ല, ഇത് എവിടെ ആയിരുന്നു. അതുപോലെ കൊടുങ്ങല്ലൂരിന് ഇപ്പറ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആ ഉണ്ട്. രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ അവിടെ കൊണ്ടിട്ട് വണ്ടി കടിയിച്ചിട്ടുണ്ട്. അന്നേരേ സെക്കൻഡ് ഡ്രൈവറെ കൊണ്ടേ രാത്രി 2 മണി 3 മണി വെളുപ്പിനൊക്കെ ആയിരിക്കും വരുന്നേ. അവിടെ നടത്തിയിട്ട് വണ്ടി കഴിയും. രാത്രി വണ്ടിയും കഴുകി കുളിച്ചാ പോകുന്നത്. ഇപ്പോഴേ ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് ഇറങ്ങാൻ വരുന്നില്ല, കുറച്ചുകൂടെ ഓടിക്കാമോ? എന്നാ പിന്നെ ഞാൻ കിടക്കാല്ലേ. അപ്പൊ അതുകൊണ്ട് ബാക്കി ഇനിയും നാളെ രാവിലെ. ആ അപ്പൊ ഇനി ആ